ഹായ് ഗൈസ്, ഈ ഒരു വീഡിയോയിലോട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫണ്ടിംഗ്സിന്റെ ഒരു ചാലഞ്ച് അക്കൗണ്ട് എങ്ങനെ പർച്ചേസ് ചെയ്യാന്നാണ്. പല ബിഗിനേഴ്സും പല ആൾക്കാർക്കും ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ് എങ്ങനെ നമുക്ക് ഒരു അക്കൗണ്ട് പർച്ചേസ് ചെയ്യാന്നുള്ളത്, എങ്ങനെ കാർഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫണ്ടിംഗ് ടിപ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫണ്ടിംഗ് ടിപ്സിന്റെ അക്കൗണ്ട് ഉണ്ട്, ഫണ്ടിംഗ് ടിപ്സ് പ്രോ ഉണ്ട്, സിംഗിൾ ഫേസുള്ള അക്കൗണ്ട്സ് ഉണ്ട്, 2 സ്റ്റെപ്പ് അക്കൗണ്ട്സ് ഉണ്ട്, റൂൾസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിനു മുമ്പേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവില്ല. ആ ഒരു വീഡിയോ ഞാൻ ലിങ്ക് ഡൗൺ സൈഡിൽ കൊടുക്കാം. അവിടെ പോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ചൂസ് ചെയ്യേണ്ടത് ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതേപോലെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരു കാര്യങ്ങളെല്ലാം കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ പുറകെ കാണുന്നത് ഫണ്ടിംഗ്സിന്റെ സൈറ്റ് ആണ്. ഈ ഒരു സൈറ്റിലേക്ക് ആക്സസ് ചെയ്യാൻ ഡൗൺ സൈഡിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചലഞ്ചും കാര്യങ്ങളും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ട് കൂപ്പൺസ് അതേപോലെ ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടണമെന്നുണ്ടെങ്കിൽ ഡൗൺ സൈഡിൽ ഞാൻ അഫിലിയേറ്റ് ലിങ്ക് കൊടുക്കാം. ആ ഒരു അഫിലിയേറ്റ് ലിങ്ക് വഴി നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 5% ഡിസ്കൗണ്ടും കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ ഒരു അക്കൗണ്ട് പർച്ചേസ് ചെയ്യാൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഡൗൺ സൈഡിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിലുള്ള പേജ് ആയിരിക്കും കാണിക്കുന്നുണ്ടാകും. ഇവിടെ പോയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം ഈ ഒരു സൈറ്റിലേക്കായിരിക്കും വരുന്നുണ്ടാകാം. ഫസ്റ്റ് ടൈം ആയിട്ട് ഈ ഒരു ഫണ്ടിംഗ് ടിപ്സിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ആ ഒരു 5% എന്നുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടുന്നതാണ്. നിങ്ങൾ ഫസ്റ്റ് ടൈം യൂസർ അല്ല, ഓൾറെഡി അക്കൗണ്ടും കാര്യങ്ങളും ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു 5% ഡിസ്കൗണ്ടോ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പർച്ചേസും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിലായിട്ട് സൈൻ അപ്പ് ഉണ്ട്, ഡാഷ്ബോർഡ് ഉണ്ട്. ആ ഒരു ഡാഷ്ബോർഡിന്റെ ഏരിയയിലേക്ക് പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫണ്ടിംഗ് ടിപ്സിന്റെ ഡാഷ്ബോർഡ് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് ഹോം ഉണ്ട്, റിവാർഡ്സ് ഉണ്ട്, കോമ്പറ്റീഷൻസ് ഉണ്ട്, ലീഡർ ബോർഡ് ഉണ്ട്, കലണ്ടേഴ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ടാവും. ഇവിടെ നമ്മൾ ഹോമിലേക്ക് വരിക. അതിനുശേഷം നമ്മൾ എൻ്റെ ഈ ഒരു മെയിൽ ഐ ഡിയിലാണ് ഞാൻ ലോഗിനും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മെയിൽ ഐ ഡിയും കാര്യങ്ങളും ഏതാണോ കൊടുക്കേണ്ടത് ആ ഒരു മെയിൽ ഐ ഡിയും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, അതിനുശേഷം ന്യൂ ചാലഞ്ച് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടും കാര്യങ്ങളും പർച്ചേസ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ കൺട്രീസ് കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അവിടെ നമുക്ക് പോയിട്ട് ഇന്ത്യ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് 3 ടൈപ്പ് അക്കൗണ്ടാണ് നമുക്ക് വരുന്നുണ്ടാവുക. ഇൻസ്റ്റന്റ് ഉണ്ട്, 1 സ്റ്റെപ്പ് ഉണ്ട്, 2 സ്റ്റെപ്പ് ഉണ്ട്. ഈ ഇൻസ്റ്റന്റ് ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ഒരു അക്കൗണ്ട് എടുത്തുകൊണ്ട് നമ്മൾ ലൈവ് അക്കൗണ്ട്, അതായത് മാസ്റ്റർ അക്കൗണ്ടിലേക്ക് പോകുന്ന രീതിയിൽ ഒരു അക്കൗണ്ട് ആയിരിക്കും ഇൻസ്റ്റന്റ് അക്കൗണ്ടിൽ ഉണ്ടാകുക. ഇവിടെ വരുന്ന റൂൾസും കാര്യങ്ങളെല്ലാം നിങ്ങൾ ഡബിൾ ചെക്കും കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കുറച്ചും കൂടി റൂൾസും കാര്യങ്ങളെല്ലാം മാറ്റം ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ആ ഒരു അക്കൗണ്ടാണ് 1 സ്റ്റെപ്പ്. 1 സ്റ്റെപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഫേസ് മാത്രമേ ഉണ്ടാവുള്ളൂ. 2 സ്റ്റെപ്പിന് പകരം 1 സ്റ്റെപ്പ്, ഒരു ഫേസ് മാത്രം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാസ്റ്റർ അക്കൗണ്ടിലേക്ക് പോകാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമുക്ക് നോർമലി ആൾക്കാർ യൂസ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് 2 സ്റ്റെപ്പാണ്. ആ ഒരു 2 സ്റ്റെപ്പിലെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെയായിട്ട് 2 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ടാവും, ഫണ്ടിംഗ് ടിപ്സ്, ഫണ്ടിംഗ് ടിപ്സ് പ്രോ. കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡൗൺ സൈഡിൽ കൊടുക്കാം. ഫണ്ടിംഗ് ടിപ്സും ഫണ്ടിംഗ് ടിപ്സ് പ്രോയിലും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഡ്രോ ഡൗൺ തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ മാക്സിമം ഡ്രോ ഡൗൺ തമ്മിലുള്ള വ്യത്യാസങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഫണ്ടിംഗ് ടിപ്സ് പ്രോയിലേക്ക് വരുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡെയിലി ലോസ് ലിമിറ്റും മാക്സിമം ലോസ് ലിമിറ്റും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രൈസും കാര്യങ്ങളെല്ലാം കുറവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഫണ്ടിംഗ് ടിപ്സിലേക്ക് വരുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ 8%ഉം അതേപോലെ തന്നെ 5% ആണ് പ്രോഫിറ്റ് ടാർഗറ്റ് വരുന്നുണ്ടാകുക. മാക്സിമം ഡ്രോ ഡൗൺ 10%ഉം ഡെയിലി ഡ്രോ ഡൗൺ 5% ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാകുക. ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഫണ്ടിംഗ് ടിപ്സ് ആണ്. നമ്മുടെ ആ ഒരു പെർസെൻറ്റേജ് വൈസ് റിസ്ക്കും കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് ഫണ്ടിംഗ് ടിപ്സിന്റെ ഈ ഒരു അക്കൗണ്ട് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടാകുക. ഓക്കെ, അതുകൊണ്ട് ആൾക്കാർ കൂടുതലും ചൂസ് ചെയ്യാൻ നോക്കേണ്ടതും ഫണ്ടിംഗ് ടിപ്സിന്റെ ഈ ഒരു മെത്തേഡ് തന്നെയാണ്. അതിനുശേഷം നമുക്ക് 3 പ്ലാറ്റ്ഫോം ഉണ്ട്, മെറ്റാ ട്രേഡർ 5 ഉണ്ട്, മാച്ച് ട്രേഡർ ഉണ്ട്, സി ട്രേഡർ ഉണ്ട്. ഇതിൽ ഞാൻ ചൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് മാച്ച് ട്രേഡർ ആണ്. അതേപോലെ നമുക്ക് ആ ഒരു മാച്ച് ട്രേഡർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോഫിറ്റ് ടാർഗറ്റിന്റെ അവിടെ 2 കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, 8%ഉം 10%ഉം. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് ടാർഗറ്റ് 8% ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു എമൗണ്ട് ബൈ ചെയ്യുന്ന എമൗണ്ട് $66 ആയിരിക്കും. എങ്കിൽ നമ്മൾ 10% ആണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു പെർസെൻറ്റേജ്, അതായത് നമ്മൾ ആ ഒരു പേ ചെയ്യേണ്ട എമൗണ്ട് കുറവായിട്ട് കാണിക്കുന്നുണ്ട്. 10% ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ $6 കുറവായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട് അല്ലേ. അവിടെ $60 പേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അക്കൗണ്ട് ബൈ ചെയ്യാൻ നമുക്ക് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു 10% എടുത്തുകൊണ്ട് $60 അക്കൗണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ കൂപ്പൺ കോഡും കാര്യങ്ങളും ഞാൻ ഡൗൺ സൈഡിൽ കൊടുക്കാം. അവിടെ പോയിട്ട് നിങ്ങൾക്ക് കോപ്പി ചെയ്ത് പേ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു അക്കൗണ്ട് ആയിരിക്കും 10K അക്കൗണ്ട് ആയിരിക്കും ഞാൻ ബൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടാകുക. പക്ഷെ നമ്മുടെ ആ ഒരു ബില്ലിംഗ് അഡ്രസ്സും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്.
ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൊടുക്കണം. അതേപോലെ തന്നെ കൺട്രി ഇന്ത്യ വന്ന് സെലക്ട് ചെയ്യാം. അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടും. ഇന്ത്യ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും ഏതാണ് നിങ്ങളുടെ ഹോം അഡ്രസ്സും കാര്യങ്ങളും വരുന്നത്, ആ ഒരു ഹോം അഡ്രസ്സും കാര്യങ്ങളും നിങ്ങളവിടെ കൊടുക്കുക. അതിനുശേഷം സിറ്റി ചോദിക്കുന്നുണ്ടാവും, നിങ്ങളുടെ ഏതാണോ സിറ്റി ഉള്ളത് ആ സിറ്റി കൊടുക്കുക. സിപ്പ് പോസ്റ്റ് കോഡ് എന്ന് ചോദിക്കുന്നുണ്ടാവും, നിങ്ങൾ ഏതാണോ പിൻകോഡ് ഉള്ളത് ആ ഒരു പിൻകോഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കൂപ്പൺ കോഡും കാര്യം ഞാൻ ഡൗൺ സൈഡിൽ കൊടുത്തില്ല, കൂപ്പൺ കോഡും കാര്യങ്ങളും അവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം ഐ അഗ്രി വിത്ത് ഓൾ ഫോളോയിങ് ടേംസ് പറഞ്ഞിട്ടുള്ള ഒരു കോളം കാണിക്കുന്നുണ്ടാവും, ആ ഒരു കോളം ക്ലിക്ക് ചെയ്യണം. അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡബിൾ ചെക്ക് ചെയ്യാം. ഓക്കെ, ആ ഒരു കോളത്തിൽ വന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് പോവാം. പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ക്രില്ലുണ്ട്, ക്രിപ്റ്റോ ഉണ്ട്, ഡെബിറ്റ് കാർഡ് ഉണ്ട്. ക്രിപ്റ്റോ വഴി നിങ്ങൾക്ക് ട്രാൻസാക്ഷൻസും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. സ്ക്രില്ല് കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ്. സ്ക്രില്ല് വെച്ചിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ടാണ് പേയ്മെൻറ്റും കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത്. ഒരു ഡെബിറ്റ് കാർഡ് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ടൈപ്പും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം പേ നൗ കൊടുക്കാം. പേയ്മെൻറ്റ് പ്രൊസീഡ് ആവുന്നുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, ആ ഒരു ഏരിയ ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നിങ്ങളുടെ ഒരു ബാങ്ക് OTP നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ടാവും. ഏതാണോ ബാങ്കിൻ്റെ നിങ്ങൾ ലിങ്ക്ഡ് ആക്കിയിട്ടുള്ള മൊബൈൽ നമ്പർ അതിലേക്ക് ഒരു OTP വരുന്നുണ്ടാവും. ആ ഒരു OTP ഇവിടെ കൊടുക്കാം. അതിനുശേഷം കൺഫേം കൊടുക്കാം. പേയ്മെൻറ്റ് പ്രോസസ്സിങ് ആവുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ആ ഒരു പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ കാണാൻ പറ്റും കംപ്ലീറ്റ് സക്സസ്ഫുള്ളി $60 നമ്മൾ പേയ്മെൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി റിട്ടേൺ ടു ഷോപ്പ് ആഫ്റ്റർ പേയ്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് പോകാൻ പറ്റുന്നതാണ്. ആ ഒരു ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ അക്കൗണ്ടും കാര്യങ്ങളെല്ലാം പർച്ചേസ് ആയിട്ടുണ്ട്. 2 സ്റ്റെപ്പാണ്. അതേപോലെ തന്നെ സ്റ്റുഡൻ്റ് ആണ്, 10,000 USD ആണ്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, മിനിമം ട്രേഡിംഗ് ഡേയ്സ് ഉണ്ട്, ഡെയിലി ലോസ് ഉണ്ട്, മാക്സിമം ലിമിറ്റ് ഉണ്ട്, ലോസ് ലിമിറ്റ് ഉണ്ട്, പ്രോഫിറ്റ് ടാർഗറ്റ്, ഈ കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ഇത് നമ്മൾ ട്രേഡും കാര്യങ്ങൾ എടുക്കുന്നതിന് ശേഷം അവിടെ ആവറേജ് വിന്നും ആവറേജ് ലോസും കാര്യങ്ങളും വിൻ റേറ്റും കാര്യങ്ങളെല്ലാം അവിടെ കാണിക്കാൻ കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് അക്കൗണ്ടും കാര്യങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. ഇനിയിപ്പം ബേക്ക് വരുത്താണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എങ്ങനെ ക്രെഡിഷൻസും കാര്യങ്ങളും കൊടുത്ത് നമ്മുടെ ആ ഒരു മാച്ച് ട്രേഡർ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്, ആ ഒരു മാച്ച് ട്രേഡറിലേക്ക് ലോഗിൻ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് വീണ്ടും ഇങ്ങനെ ഈ ഒരു രീതിയിലായിരിക്കും, ഹോമിൻ്റെ ഈ ഒരു ഏരിയയിൽ ആയിരിക്കും നമ്മുടെ ആ ഒരു അക്കൗണ്ടും കാര്യങ്ങളും കാണിക്കുന്നുണ്ടാവാം. ഇവിടെ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പാസ്വേഡും അതേപോലെ മാച്ച് ട്രേഡിലേക്ക് ലോഗിൻ ചെയ്യാനുള്ളതെല്ലാം കാണിക്കുന്നതാണ്. അവിടെ മാച്ച് ട്രേഡിൽ ലോഗിൻ ചെയ്തിട്ട് നമ്മുടെ ആ ഒരു മെയിൽ ID ഉണ്ടാവും, ആ ഒരു മെയിൽ ID കൊടുക്കാം. അതുപോലെ പാസ്വേഡും കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം ലോഗിനും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും ഓരോ പേരും കാര്യങ്ങളെല്ലാം. ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ഗോൾഡ് സെർച്ച് ചെയ്യുന്നുണ്ട്, കണ്ടോ. ഫേവറേറ്റ് ലിസ്റ്റിൽ പോയാൽ നമുക്ക് കറൻസീസും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ബൈയിങ് ആൻഡ് സെല്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മാച്ച് ട്രേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാകുക. പെൻഡിങ് ഓർഡർ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഞാനിപ്പം ചെയ്ത പോലെ തന്നെ പെൻഡിങ് ഓർഡേഴ്സിൽ പോവാം. ഓർഡേഴ്സ് എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാം. താഴെ തന്നെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്, സ്റ്റോപ്പ് ലോസ് നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ടേക്ക് പ്രോഫിറ്റ് ക്ലിക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ടേക്ക് പ്രോഫിറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ട്രേഡും കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ പറ്റുന്നതാണ്.